ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्री चैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति सुपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगुणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगणललिता शिविशाखान्वितंश्च ये कृष्णा करुणा सिन्धु दीनबन्धो जगत्पदे गोपेश गोपिका कान्त राधाकान्त नमोस्तुते तप्त काञ्चन गौराङ्गी राधे वृन्दावनेश्वरी शबानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिधि नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद हरे कृष्ण 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 हरे 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 राम 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 हरे हरे गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमः। हरे कृष्ण हरि ओम तत्सत। എല്ലാവർക്കും ഇന്നത്തെ വൈഷ്ണവ എറ്റിക്കേറ്റ് വൈഷ്ണവ സദാചാരം ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. അപ്പോൾ നമ്മളിന്ന് ജപ സെക്ഷനാണ് കണ്ടിന്യൂ ചെയ്യുന്ന നമ്പർ ഡി. The foundation of our spiritual life is intense desire. Our strong desire and eagerness to chant the holy name is the most pleasing to Krishna and is a fundamental requirement of good japa. ചില പ്രഭുപാദ പറയാറുണ്ട്, അതായത് നമ്മളുടെ ഡിവോഷണൽ സർവീസിന്റെ 99% എന്തിനെ ആശ്രയിച്ചിരിക്കും? ജപ. ജപത്തിന്റെ ക്വാളിറ്റി, അതിൻ്റെ ഇൻറ്റൻസ് ഡിസയറിനെ അനുസരിച്ചിരിക്കും നമ്മളുടെ ഡിവോഷണൽ പ്രോഗ്രസ്. അപ്പോൾ അത്രയും കാരണം എന്താണ്? പ്രധാനപ്പെട്ട കാരണം എന്താണ്? ജപത്തിന് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കാനുള്ള കാരണം എന്താണ്? മറ്റ് ഡേറ്റി വർഷിപ്പോ അല്ലെങ്കിൽ വേറെ ഒന്നിനും? കലിയുഗം. നമ്മൾ ജീവിക്കുന്ന കലിയുഗത്താണ്. അപ്പൊ കലിയുഗത്തിന്റെ ആ ഒരു പ്രോസസ്സാണ് നാമസങ്കീർത്തനം. അപ്പൊ അതുകൊണ്ടാണ് 99% നമ്മുടെ ഡിവോഷണൽ പ്രോഗ്രസ് ജപത്തിന്റെ ക്വാളിറ്റി അനുസരിച്ചിരിക്കും. നന്നായിട്ട് സിൻസിയറായിട്ട് ഓഫൻസ്ലെസ് ആയിട്ട് അപരാധമില്ലാതെ നമ്മൾ ജപിക്കുകയാണെങ്കിൽ നമ്മളുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ 1%, അതായത് മറ്റതൊക്കെ സപ്പോർട്ടിങ് എലിമെന്റ്സ് ആണ്. സപ്പോർട്ടിങ് എലിമെന്റ്സ്, ഡേറ്റി വർഷിപ്പ്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സപ്പോർട്ടിങ് ആയിട്ടുള്ള ഇതാണ്. മെയിനായിട്ട് എന്താണ്? ജപം. അപ്പം അതുകൊണ്ടാണ് ഇത്രയും ഇമ്പോർട്ടൻസ് ജപത്തിന് കൊടുക്കുന്നത്. സ്ട്രോങ് ഡിസയർ മസ്റ്റ് മാനിഫെസ്റ്റ് ഇൻ ഫേം ഡിറ്റർമിനേഷൻ ടു ചാൻറ്റ് വൺസ് പ്രിസ്ക്രൈബ് കോട്ട് ഓഫ് റൗണ്ട്സ് എവറി ഡേ, ഈവൻ ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് അഡ്വേഴ്സ് trying circumstances, also in the firm endeavor to improve one's quality of japa. എന്ത് തന്നെ റിവേഴ്സൽസ് നമുക്ക് വന്നാലും ശരി, ജീവിതത്തിൽ എന്ത് തന്നെ ബുദ്ധിമുട്ടുകൾ വന്ന് ജപം മുടക്കാൻ പാടില്ല. ജപം മുടക്കിയാൽ പിന്നെ എല്ലാം താറുമാറാവും. അപ്പൊ അത് എങ്ങനെയാണ് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമെങ്കിൽ, ഇറ്റ് ഇസ് മാറ്റർ ഓഫ് ടൈം. കുറച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം അലൈൻമെന്റിൽ വരും. അതുകൊണ്ട് വേറെ എന്ത് മുടക്കിയാലും ശരി, ജപ അല്ലെങ്കിൽ ആ ജപത്തിന് ആ ഒരു നമുക്കൊരു ഇഷ്ടം തോന്നുന്നുണ്ടെങ്കിൽ അസോസിയേഷൻ വിടാൻ പാടില്ല. അസോസിയേഷൻ വിട്ടാൽ പോയി. അപ്പോൾ ഒരു ഇരുമ്പിന്റെ കഷ്ണം എത്രത്തോളം നേരം അത് അഗ്നിയിലുണ്ടോ അത്രത്തോളം നേരം അതിൻ്റെ ചൂട്, ഹീറ്റ് ഉണ്ടായിരിക്കും. അഗ്നിയിൽ നിന്ന് എടുത്തു നോക്കും, തണുക്കും കുറച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് അസോസിയേഷൻ ഉണ്ടെങ്കിൽ ജപം ഓട്ടോമാറ്റിക് നടക്കും. ആ ജപം ഉണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നടക്കും. അപ്പം ഫസ്റ്റ് അതുകൊണ്ടാണ് ഈവൻ 5 പൊട്ടൻറ്റ് ഐറ്റംസിൽ ശ്രീല രൂപ ഗോസ്വാമി 64 ഐറ്റംസിൽ 5 പൊട്ടൻറ്റ് ഐറ്റംസിൽ ആദ്യത്തെ ഐറ്റം അസോസിയേഷൻ കൊടുത്തിരിക്കുന്നത് സാധുസംഘ. സാധുസംഘ ഉണ്ടെങ്കിൽ ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കലി വരും. സാധുസംഘ ഇല്ലെങ്കിൽ നമ്മൾ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ ഒരു ഉത്തമ ലെവലിൽ എത്തിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ മിനിമം മധ്യമ ലെവലിൽ എത്തിയിട്ടില്ലെങ്കിൽ കാര്യങ്ങൾ നടക്കില്ല. അറ്റ്ലീസ്റ്റ് മധ്യ ലെവലിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ്
കുറച്ച് നേരമൊക്കെ കുറച്ച് കാലമൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റും. ഉത്തമ ലെവലിൽ എത്തിയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. കാരണം വെച്ചാൽ അവർക്ക് അസോസിയേഷൻ ഇല്ലെങ്കിൽ അവർ അസോസിയേഷൻ ഉണ്ടാക്കും. ആൾക്കാരെ ഡിവോട്ടീസ് ആക്കിയിട്ട് അവർ അസോസിയേഷൻ. പ്രഭുപാദ അത് ചെയ്തത്. പ്രഭുപാദ ഒറ്റയ്ക്കാണ് പോയത് അല്ലേ? ഒരു അസോസിയേഷൻ ആയിരുന്നില്ല. ആരും അറിയില്ല. ഇടത്തോട്ട് തിരിയണോ വലത്തോട്ട് തിരിയണോ എന്ന് അറിയില്ല. പൈസയില്ല, ആൾക്കാരില്ല, സപ്പോർട്ടില്ല. പക്ഷെ അവിടെ ചെന്ന് അസോസിയേഷൻ ഉണ്ടാക്കി, ഡിവോട്ടീസിനെ ഉണ്ടാക്കി, എന്നിട്ട് അസോസിയേഷൻ എടുത്തു, ഈവൺ ഉത്തമാധികാരിയായിട്ടും. അപ്പോൾ അസോസിയേഷൻ എപ്പോഴും മസ്റ്റാണ്. അപ്പോൾ എസ്പെഷ്യലി നമ്മളൊക്കെ ഇനീഷ്യൽ സ്റ്റേജിലാണ്, നിയോഫൈറ്റ്സ് ആണ്, തുടക്കക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് എന്തെങ്കിലും റിവേഴ്സൽ സംഭവിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് പല ആൾക്കാരും നമ്മളെ തിരിപ്പിക്കാനുള്ള വഴിയാകും. ഇപ്പോൾ ഇന്നലെ സംസാരിക്കുമ്പോൾ ഒരു മാതാജി പറയുന്നു, ഇത് വേറൊരു ഫാമിലി ഉണ്ടായിരുന്നു, ഇനീഷ്യേറ്റഡ് ഡിവോട്ടീസ്, സാധാരണ ആൾക്കാരല്ല, ഇതിൽ വന്ന് ഇനീഷ്യേഷൻ എടുത്ത ആൾക്കാരാണ്. എന്തോ അവർക്ക് അവരുടെ കാര്യം സഹായിച്ചില്ല, അവർ ജോലി പോയി, ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്നു. സ്വന്തം ബന്ധുക്കൾ പറഞ്ഞു, നിങ്ങൾക്ക് ഇതിൽ വന്നതുകൊണ്ടാണ് നിങ്ങളുടെ ജോലി പോയത്, നിങ്ങൾക്ക് ഒരുപാട് കഷ്ടപ്പാടുകളൊക്കെ സഹിക്കേണ്ടി വന്നു. അപ്പോൾ അവർ നിർത്തി, അവരിതിലില്ല, അവർ വേറെ ഏതോ ഗ്രൂപ്പിൽ പോയി. സാധാരണ ആൾക്കാരാണ് ഇതിലും വന്നിട്ടില്ലെങ്കിൽ നമുക്കൊരു കുഴപ്പമില്ല. പക്ഷെ ഇതിൽ വന്ന് 7-8 കൊല്ലം ഇതിൽ പ്രാക്ടീസ് ചെയ്ത് ഇനീഷ്യേഷൻ കഴിഞ്ഞിട്ട് ചില തെറ്റിദ്ധാരണകളുടെ പുറത്ത്, അല്ലെങ്കിൽ ചില ജോലിയുടെ പ്രശ്നം, അല്ലെങ്കിൽ പേഴ്സണൽ ഫാമിലിയുടെ പ്രശ്നം കാരണം മറ്റുള്ളവരുടെ, അപ്പോൾ അവരുടെ ആ ഫെയ്ത്ത് ആലോചിച്ച് നോക്കും, ഈ പ്രോസസ്സിൽ ഫെയ്ത്ത്. അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാർ ഇപ്പോൾ ഏതിൽ ചെന്ന് ചേർന്നോ അവിടെയും വേറെ വല്ലതും പ്രശ്നം വന്നാൽ അവിടെ നിന്ന് വീഴും. ഒരിക്കലും ഒരു സ്ഥലത്ത് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളുടെ ഫൗണ്ടേഷൻ സ്ട്രോങ് അല്ലെങ്കിൽ, പില്ലർ സ്ട്രോങ് അല്ലെങ്കിൽ വീട് നിൽക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും എന്തായിരിക്കും, അസോസിയേഷൻ സ്ട്രോങ് ആക്കണം. റിവേഴ്സിൽ മായ അത്രയും സ്ട്രോങ് ആണ്. നമ്മളുടെ കുടുംബക്കാരൻ തന്നെ നമ്മൾ പറയുക, നിങ്ങൾ ഇത്രയും കാലം നന്നായിട്ട് ജീവിച്ചിരുന്നു, ഇപ്പോൾ ഇതിൽ കയറി സ്കൂളിൽ വന്നു, നിങ്ങളുടെ ജോലി പോയി, പ്രശ്നങ്ങൾ വന്നു, വേറെ എവിടെയെങ്കിലും പോയി അവിടെ ഇതിലും കൂടുതൽ പ്രശ്നങ്ങൾ വരിക്കും. അപ്പോൾ അവിടെ നിന്നും വിടും. അപ്പോൾ എവിടെ എത്തും? എവിടെ എത്തില്ല. അപ്പം അതുകൊണ്ട് നമ്മുടെ ഫെയ്ത്ത്, അതാണ് കനിഷ്ഠാധികാരികൾക്ക് ഫെയ്ത്ത് അത്ര സ്ട്രോങ് അല്ല. മധ്യമ ലെവലിൽ ഫെയ്ത്ത് ഉണ്ട്. അവർ ഈ റിജക്റ്റ് ചെയ്യും ആരെ? നോൺ ഡിവോട്ടീസിനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യും. ഉത്തമ അധികാരികളെ ഒരാളും റിജക്റ്റ് ചെയ്യില്ല, അവരെല്ലാവരും ഒരേപോലെ കാണും. അതാണ് ആ ലെവലിൽ. അപ്പോൾ സ്ട്രോങ് ഫെയ്ത്ത് വന്നാൽ പിന്നെ നമുക്ക് അനങ്ങില്ല. അപ്പോൾ കുഴപ്പമില്ല, ആരെന്ത് പറഞ്ഞാലും ആ സ്ട്രോങ് ഫെയ്ത്ത് ഫൗണ്ടേഷൻ വരുന്നവരെ നമുക്ക് തീർച്ചയായിട്ടും മസ്റ്റായിട്ടും അസോസിയേഷൻ വേണം. അല്ലാതെയും വേണം, പക്ഷേ ഈ ഇനീഷ്യൽ ലെവലിൽ തീർച്ചയായിട്ടും വേണം. ഇല്ലെങ്കിൽ നമ്മൾ പതറും. വല്ലവരും വന്നാൽ നമ്മളെക്കാളും കൂടുതലുള്ള ആൾക്കാർ നമ്മളെ കൺവിൻസ് ചെയ്താൽ നമ്മൾ അതൊന്ന് വ്യതിചലിക്കും. അപ്പോൾ അതുകൊണ്ട് അതിനെ ആദ്യമായിട്ട് അസോസിയേഷൻ, നല്ല അസോസിയേഷൻ വേണം. പിന്നെ നമ്മുടെ പ്രിസ്ക്രൈബ് കോട്ട ഓഫ് റൗണ്ട്സ് എവറി ഡേ, അത് എക്സ്ക്ലൂസീവായിട്ട് നമ്മൾ ഒഫൻസ്ലെസ്ലി നമ്മൾ അത് ജയിപ്പിക്കണം. അതാണ് പറയുന്നത്, ഈവൺ ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് അഡ്വേഴ്സ് ആൻഡ് ട്രൈയിങ് സർക്കംസ്റ്റൻസസ്, എത്ര തന്നെ വിപരീതമായിട്ടുള്ള പരിസ്ഥിതി വന്നാലും ശരി, എത്ര തന്നെ നമുക്ക് ചലഞ്ചസ് ഉണ്ടായാലും ശരി, ഇത് നമ്മൾ നിർത്താൻ പാടില്ല. And also in the firm endeavor to improve one's quality of japa, one must therefore be determined to do every act necessary to come to the standard of good japa qualitatively and quantitatively, and avoid every act that can spoil one's japa. അപ്പോൾ ഇതിന് തീർച്ചയായിട്ടും നല്ലൊരു എഫേർട്ട് നമ്മുടെ സൈഡിൽ നിന്ന് ഉണ്ടാവണം എന്ന് പറയുന്നത്. ആൻഡ് ഹൗ ഡസ് വൺ ഇൻക്രീസ് ദ ഇന്റൻസിറ്റി ഓഫ് വൺസ് ഡിസയർ ആൻഡ് ഡിറ്റർമിനേഷൻ? ബൈ ദ പ്രോസസ് ഓഫ് നിത്യം ഭാഗവത സേവയ. അപ്പോൾ അതിനെ കുറച്ചും കൂടി സിമെന്റ് ഇടണമെന്നുണ്ടെങ്കിൽ നിത്യം ഭാഗവത സേവനം കൊണ്ട്, ഭാഗവതം വായിക്കുന്നതിനെ കൊണ്ട് നമുക്ക് കുറച്ചും കൂടിയും ആ ഡിറ്റർമിനേഷൻ, നിഷ്ഠ ഉണ്ടായിരിക്കും. റെഗുലർലി സേവിങ് ദ ഡിവോട്ടീസ് ആൻഡ് സബ്മിസീവ്ലി ഹിയറിംഗ് കൃഷ്ണകഥ. അത് മാത്രമല്ല ഭക്തന്മാരെ സേവനം ചെയ്യാം, ശരിക്കും സബ്മിസീവായിട്ട് കൃഷ്ണകഥ ഡെയിലി. ഇതെല്ലാം നമ്മുടെ ചാൻഡിങ്ങിനെ ഒന്നും കൂടി ഉറപ്പിക്കും എന്നാണ് പറയുന്നത്. പിന്നെ അറ്റൻറ്റീവ് ഹിയറിംഗ്, ശ്രവണം. അവർ ജപ ഈസ് ആസ് ഗുഡ് ആസ് ദ ക്വാളിറ്റി ഓഫ് അവർ ഹിയറിംഗ്. ദെയർഫോർ അറ്റൻറ്റീവ് ഹിയറിംഗ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ഓഫ് ജപ. അപ്പോൾ ആ ജപത്തിന് കുറച്ചുകൂടിയും
വീര്യം കൂട്ടാൻ വേണ്ടിയിട്ട് എന്താണ് നമ്മൾ ശ്രവണം ഷാർപ്പായിരിക്കണം, അറ്റൻറ്റീവ് ആയിരിക്കണം. ശ്രീല പ്രഭുപാദ says, concentrate fully on the sound vibration of the mantra, pronouncing each name distinctly. Do not worry so much about chanting fast. More important is hearing. നമ്മൾ ചാൻറ്റ് ചെയ്യുന്നത് നമ്മൾ തന്നെ കേൾക്കാം. അപ്പോൾ ആ ജപ എന്ന് പറഞ്ഞാൽ അതിൻ്റെ നമ്മൾ ചാൻറ്റ് ചെയ്ത് നമ്മൾക്ക് കേൾക്കാനുള്ള ശബ്ദത്തിലായിരിക്കണം. വല്ലാണ്ട് ഉച്ചത്തിലായിരിക്കും, വല്ലാണ്ട് സോഫ്റ്റ് ആയിരിക്കും. അത് നമ്മൾ ചാൻറ്റ് ചെയ്ത് നമ്മൾക്ക് തന്നെ കേൾക്കണം. ആ ഒരു വോയിസ് മോഡുലേഷനിലായിരിക്കണം. വല്ലാണ്ട് ഉച്ചത്തിൽ കാണിച്ചാൽ വല്ലാണ്ട് ഉച്ചത്തിൽ നമ്മൾ ജപിക്കാൻ തുടങ്ങിയാൽ കുറച്ച് നേരം കഴിഞ്ഞാൽ നമുക്ക് സൗണ്ട് വരില്ല, ക്ഷീണിക്കും. അപ്പോൾ അതുകൊണ്ട് സോഫ്റ്റ് ആയിട്ട് വേണം, പക്ഷേ അവനവൻ തന്നെ കേൾക്കണം. ഡു നോട്ട് വറി സോ മച്ച് അബൌട്ട് ചാനിങ് ഫാസ്റ്റ്. മോർ ഇമ്പോർട്ടൻറ്റ് ഈസ് ഹിയറിംഗ്. Again, as you chant, try to hear each word very carefully. Without attentive hearing, our japa will become mechanical and tasteless. നമ്മളെ ചാൻറ്റ് ചെയ്യുന്ന ജപിക്കുന്നത് നമ്മൾ തന്നെ ശരിക്കും കേൾക്കണം, അല്ലെങ്കിൽ അതെന്താണ്, അത് ഒരു മെക്കാനിക്കൽ പ്രോസസ്സായിരിക്കും, ടേസ്റ്റിലായി രുചി ഉണ്ടായിരിക്കില്ല. ഫേം ഫെയ്ത്ത് ഇൻ ദ ഹോളി നെയിം. വാട്ട് വൺ ഷുഡ് ഡു ഈസ് ടു ചാൻറ്റ് ദ ഹോളി നെയിം ഓഫ് ദ ലോർഡ് വിത്ത് ഫെയ്ത്ത്, enthusiasm and firm conviction on the statement of Lord Chaitanya that simply by chanting the Mahamantra one can be gradually elevated to the high platform. അപ്പോൾ ചൈതന്യ മഹാപ്രഭു നമുക്ക് പറഞ്ഞിട്ടുണ്ട്, ആ ഒരു ഫേം കൺവിക്ഷൻ വേണം, അതിൽ ഉറച്ച ദൃഢവിശ്വാസമാണ്. ചൈതന്യ മഹാപ്രഭുവിൻ്റെ പ്രസ്താവനയിൽ എന്താണ്? സിംപ്ലി ബൈ ചാൻറ്റിങ് ദ മഹാമന്ത്ര വൺ ക്യാൻ ബി ഗ്രാജുവലി എലിവേറ്റഡ് ടു ദ ഹയസ്റ്റ് പ്ലാറ്റ്ഫോം. ഹയസ്റ്റ് പെർഫെക്ഷൻ പ്ലാറ്റ്ഫോമിൽ എത്തണമെന്നുണ്ടെങ്കിൽ ഈ മഹാമന്ത്രം നമ്മളെ സഹായിക്കുമെന്നുള്ള ദൃഢവിശ്വാസം നമുക്ക് ഉണ്ടായിരിക്കണം. അണ്ടർസ്റ്റാൻഡിങ് ദ മീനിങ് ഓഫ് ദ മഹാമന്ത്ര. Since the Mahamantra is the transcendental sound vibration, it will act whether one knows the meaning of the mantra or not. Yet, we must know what exactly we are praying when we chant the mantra. അപ്പോൾ അതിൻ്റെ അർത്ഥം അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ശരി, അത് വർക്ക് ചെയ്യും. പക്ഷെങ്കിലും സാധക നമുക്ക് അറിഞ്ഞിരിക്കണം അതിൻ്റെ അർത്ഥം എന്താണ്. ഇവിടെ പറയുന്നു, ശ്രീല പ്രഭുപാദ എക്സ്പ്ലെയിൻസ്, our prayer of the Hare Krishna Mahamantra means addressing Radha and Krishna for being engaged in the service. അപ്പോൾ രാധാറാണിയെയും ശ്രീകൃഷ്ണ ഭഗവാനോടെയും നമ്മൾ അപേക്ഷിക്കുകയാണ് നമ്മളെ അവരുടെ സേവനത്തിൽ ഉപയുക്തമാക്കാൻ വേണ്ടിയിട്ട്, എൻഗേജ് ചെയ്യാൻ വേണ്ടി. പ്ലീസ് എൻഗേജ് മീ ഇൻ യുവർ സർവീസസ് സോ ദാറ്റ് ഐ ക്യാൻ ഗെറ്റ് റിലീവ്ഡ് ഫ്രം ദ സർവീസസ് ഓഫ് മായ. ഇല്ലെങ്കിൽ എന്താ പറയുക, ഭഗവാന്റെ സേവനം നമ്മൾ ചെയ്തില്ലെങ്കിൽ മായയുടെ സേവനം ചെയ്യും. മായ നമ്മളെ ഇവിടെ ബന്ധിപ്പിക്കും, ഭഗവാൻ നമ്മളെ ഇവിടുന്ന് മോചിപ്പിക്കും. Prayerful mood. Since the Hare Krishna Mahamantra is a prayer, we must, with full understanding of the meaning of the mantra, chant in a prayerful mood. അപ്പോൾ ചാൻറ്റിങ് എന്തായാലും നമ്മളുടെ ഒരു പ്രയർഫുൾ അപേക്ഷ, റിക്വസ്റ്റ്, അപ്പീൽ അതുപോലെ ആയിരിക്കണം. ഒരു റിച്വൽ ആയിരിക്കരുത്. നമ്മൾ അതായത് നിസ്സഹായനായിട്ടുള്ള ഒരു വ്യക്തി എങ്ങനെ അപേക്ഷിക്കുന്നു അതേപോലെ നമ്മളെല്ലാം എന്താണ്, നിസ്സഹായരാണ്. നമുക്ക് എങ്ങനെയും ഈ ഭൗതിക ലോകത്ത് നിന്ന് കരകയറണം. അപ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡായിരിക്കണം നമുക്ക്. somehow please help me to get out of this mental existence. അതായിരിക്കണം നമ്മുടെ പ്രയർഫുൾ മൂഡ്. പ്രയർ പറഞ്ഞാൽ നമ്മൾ ലോവറാവും അല്ലേ. ആരെയും നമ്മൾ ഉപാസിക്കുന്നു, അവർ ഹയർ പൊസിഷനിൽ, നമ്മൾ സെർവൻ്റ് ആവും. അപ്പോൾ എപ്പോഴും എന്താണ്, സെർവൻ്റ് മാസ്റ്ററോടെ എങ്ങനെ പെരുമാറുക? വിത്ത് ഹ്യൂമിലിറ്റി, സറണ്ടറൻസ് അല്ലേ, വിനമ്രത, പിന്നെ സമർപ്പണം. ആ ഒരു ഭാവത്തോടെ ആയിരിക്കണം നമ്മളുടെ, അതാണ് പ്രയർഫുൾ മൂഡ്. സോ അവർ ചാനിങ് മസ്റ്റ് ബി ലൈക്ക് ദ ഡെസ്പറേറ്റ് ക്രൈ ഓഫ് ലോസ്റ്റ് ചൈൽഡ് ക്രൈങ് ഔട്ട് ഫോർ ഹിസ് മദർ. അപ്പോൾ കുട്ടി തൻ്റെ അമ്മയെ കാണുന്നില്ല, ചെറിയ കുട്ടിയാണ്. അപ്പോൾ അമ്മയ്ക്ക് വേണ്ടി എങ്ങനെ ആ കുട്ടി കരയുന്നോ അതേപോലെ നമ്മൾ ഭഗവാനോട് കരയണം എന്നാണ് പറയുന്നത്. ദ മൂഡ് മസ്റ്റ് ബി വൺ ഓഫ് ഹെൽപ്ലെസ്നെസ് ആൻഡ് അട്ടർ ഡിപ്പെൻഡൻസ് ഓൺ കൃഷ്ണ. നമ്മൾ നിസ്സഹായരാണ്, അത് മാത്രമല്ല നമ്മൾക്ക് ആശ്രയമായിട്ട് ഭഗവാൻ കൃഷ്ണൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ മൂഡിലായിരിക്കണം നമ്മൾ പ്രേ ചെയ്യേണ്ടത്. നോ മെറ്റീരിയൽ മോട്ടിവേഷൻ. ഇൻ അവർ ഭക്തി മാർഗ വി ആർ ട്രെയിൻ ടു പ്രൊസീഡ് ടുവേർഡ്സ് ദ ഗോൾ ഓഫ് unmotivated, uninterrupted, pure devotional service to the Lord. ഏതാണ് ശ്ലോകം ഭാഗവത്തിൽ? uninterrupted, unmotivated, ആയിത്വകി അപ്രതിഹത യയാത്മാ സുപ്രസീദതി സവൈ പുംസാം പരോധർമ്മോ
യഥോ ഭക്തിരഥോക്ഷജെ അഹൈത്വികി അപ്രതിഹത ഏ ആത്മാസു. അതായിരിക്കണം നമ്മളുടെ പ്യൂർ ഡിവോഷൻ സർവീസിന്റെ ഇത് മനസ്സിലാക്കാൻ ഇങ്ങനെയാണ് ഭാഗവത്തിലെ ശ്ലോകത്തിലൂടെ. Therefore, we should not seek material benefits or facilities for sense enjoyment through our chanting. നമ്മൾ ഒരിക്കലും ഇന്ദ്രിയ ഭോഗത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചാൻറ്റ് ചെയ്യാൻ പാടില്ല. അത് ആസ് എ ബൈ പ്രോഡക്റ്റ് നമുക്ക് ഓട്ടോമാറ്റിക്കലി കിട്ടും. അത് നമ്മൾ ചോദിക്കാൻ പാടില്ല, അത് താനേ വന്ന് ചേരും. The only bona fide favor to ask from the Lord is His service and the ability and opportunity to chant His holy names always. അപ്പം നമ്മുടെ ആഗ്രഹം എന്താണ്? ഭഗവാനോട് അപേക്ഷിക്കുക. അതായത് നല്ല രുചിയോട് കൂടിയിട്ടും സമർപ്പണ ഭാവത്തോടു കൂടിയിട്ടും നമുക്ക് ഭഗവാന്റെ നാമങ്ങൾ ജപിക്കാനുള്ള ആ ഒരു അവസരം നല്ല കഴിവുണ്ടാക്കി തരണമേ. Srila Prabhupada says that we should pray to Krishna as follows. My dear Krishna, please do not put me into forgetfulness. Even if you send me to hell, it doesn't matter. So long as I can always send Krishna. അപ്പോൾ എവിടെയായാലും ശരി, ഏത് പരിസ്ഥിതിയിലും ശരി, ഭഗവാന്റെ നാമം നമ്മൾ മറക്കാൻ പാടില്ല. അത് വളരെ നിഷ്ഠയോട് കൂടിയിട്ട് വളരെ രുചിയോടുകൂടി നമുക്ക് ജപിക്കാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഹ്യൂമിലിറ്റി, ഹംബിൾനെസ്. Lord Chaitanya says in his Shikshashtakam prayers that unless one is humbler than blade of grass, Trinadapi Sunichena, one cannot chant the holy name always. അപ്പോൾ ആ ഒരു ഹ്യൂമിലിറ്റിയോട് കൂടി മാത്രമേ നമുക്ക് ഭഗവാന്റെ നാമങ്ങൾ ജപിക്കാൻ പാടുള്ളൂ. ശിക്ഷാഷ്ടകത്തിലെ ചൈതന്യ മഹാപ്രഭു പറയുന്നതാണ്. While humility comes naturally and automatically in the course of one's progress in bhakti, one should also consciously attempt to humble in all dealings and ways, particularly with devotees. നമ്മുടെ ഡീലിങ്സ് വിത്ത് അതർ മറ്റുള്ളവരായിട്ട്, സ്പെസിഫിക്കലി ഭക്തന്മാരായിട്ട് എങ്ങനെ ഇരിക്കണം? ഹമ്പിളായിരിക്കണം. മറ്റുള്ളവരുടെ ഹമ്പിൾ ആവരുതെന്നല്ല, പക്ഷേ സ്പെസിഫിക്കലി അവരുടെ ഹമ്പിളായിരിക്കണം. One must guard against false pride and take action to subdue it the moment it raises its ugly head. Pride and holy name can never go together. അപ്പോൾ എവിടെയെങ്കിലും ഏതെങ്കിലും സമയത്ത് നമ്മളുടെ ആ ഫോൾസ് പ്രൈഡ്, മിഥ്യാഹങ്കാരം തലപൊക്കാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി അതിനെ സബ്ഡ്യൂ ചെയ്യണം. എങ്ങനെ കാളിയൻ്റെ ആ മിഥ്യാഹങ്കാരത്തിന് ഭഗവാൻ കൃഷ്ണൻ ആ ഹുഡിൻ്റെ മീതെ ഡാൻസ് ചെയ്തിട്ട് അതിനെ സബ്ഡ്യൂ ചെയ്തുവോ, അതേപോലെ നമ്മളുടെ ആ മിഥ്യാഹങ്കാരത്തിൻ്റെ തല എപ്പോൾ പൊങ്ങുന്നുവോ അപ്പോൾ അതിനെ നമ്മൾ ഹാമർ കൊണ്ട് അടിക്കണം. എങ്ങനെ ഹാമർ കൊണ്ട് അടിക്കുക? നാമജപത്തിൻ്റെ ക്വാളിറ്റി കൂടിയിട്ടും അസോസിയേഷനോ കൂടിയും, പിന്നെ നമ്മൾ ഒന്നുമല്ല, നമ്മുടെ കയ്യിൽ ഒന്നുമില്ല, ഇതെല്ലാം മിഥ്യാഹങ്കാരമാണ്, ഇതെല്ലാം ടെമ്പററി ആണ് എന്ന് വീണ്ടും വീണ്ടും നമ്മളോട് പറയുക. ഇതൊക്കെ പ്രഭുപാദ് ഒരുപാട് പർപ്പോട്ടിൽ ഒരുപാട് കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. എന്താണ് റിപ്പീറ്റേഷൻ കാരണം? എംഫസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത്ര റിപ്പീറ്റ് ചെയ്തിട്ട് നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പം അതുകൊണ്ട് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് ആണ്. വൺ മസ്റ്റ് guard against false pride and take action to subdue it the moment it raises its ugly head. Ugly head എന്നാ പറഞ്ഞത്. Pride and holy name can never go together. ആ മിഥ്യാഹങ്കാരവും ഭഗവാന്റെ ദിവ്യനാമം ഇതൊരിക്കലും ഒരുമിച്ച് പോവില്ല. Suitable environment. One should select an environment that is conducive to good japa. ജപ എവിടെ നമുക്ക് ശാന്തമായിട്ടുള്ളൊരു സ്ഥലത്ത് പോയിരുന്നിട്ട് നമുക്കൊരു ശല്യമില്ലാണ്ട് ഇത് വളരെ കോൺസെൻട്രേറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റുന്നു, ആ സ്ഥലം ചൂസ് ചെയ്യുക. കാരണം നമ്മൾ എഗെയിൻ ഒക്കെ ആരാണ്? നിയോഫൈറ്റ്സ് ഡിവോട്ടീസ്, തുടക്കക്കാരാണ്, കനിഷ്ഠ ലെവലിലാണ്. അപ്പം നമുക്ക് മറ്റുള്ള ഡിസ്റ്റർബൻസിന് നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യും ജപത്തിന്. ഉത്തമ അധികാരിക്കാണെങ്കിൽ എവിടെയും കുഴപ്പമില്ല. അവർക്ക് അവരുടെ ആ കോൺസെൻട്രേഷൻ, അവർക്ക് 24 മണിക്കൂറും ഒറ്റ ചിന്തയുള്ളൂ, ഭഗവാന്റെ സേവ. ഇവിടെ ഗൗർ കിഷോർ ബാബാജി മഹാരാജ്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരുപാട് അഭക്തന്മാർ വന്നിട്ട് സാധുവല്ലേ, അപ്പം അതുകൊണ്ട് ആശീർവാദത്തിന് വേണ്ടി പോകും, അനുഗ്രഹത്തിന് വേണ്ടി പോകും. അപ്പോൾ അദ്ദേഹത്തിന് ചാൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. അപ്പം അദ്ദേഹം എന്ത് ചെയ്യോ, ടോയ്ലറ്റൊക്കെ ഇല്ലേ, മലവിസർജ്ജനത്തിന് പോകുന്ന അവിടെ പോയിട്ട് ചാൻറ്റ് ചെയ്യും. എന്നാൽ അത് എന്താ കാരണം? അവിടെ ആൾക്കാർ വരില്ല, അങ്ങനത്തെ സ്ഥലത്ത് പോയിരിക്കും. ഭയങ്കര ശല്യം. കാണിച്ചാൽ സാധുജനങ്ങളെ കാണുകയാണെങ്കിൽ
എല്ലാവരും പോയിട്ട് നമസ്കരിക്കും. എന്തിനാണ് അനുഗ്രഹം? നല്ല ഐശ്വര്യത്തിന് വേണ്ടിയിട്ടുള്ള അനുഗ്രഹം. അപ്പൊ അവരുടെ ശല്യം സഹിക്കാതെ അദ്ദേഹം അങ്ങനെയുള്ള ഡേർട്ടി ആയിട്ടുള്ള സ്ഥലത്ത് പോയിട്ടിരിക്കും, ആൾക്കാർ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾക്ക് ഡിസ്ട്രാക്ഷൻ വരാൻ പാടില്ല ചാൻഡിങ്ങിൽ. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലം നമ്മൾ ചൂസ് ചെയ്യണം. സിറ്റിംഗ് ഇൻ വൺസ് വരാന്ത ആൻഡ് ഡൂയിങ് ജപ വൈൽ വാച്ചിങ് ലൈഫ് പാസ് ബൈ ഓൺ ദി സ്ട്രീറ്റ് ഫോർ എക്സാമ്പിൾ ഈസ് നോട്ട് എ ഗുഡ് വേ ഓഫ് ഡൂയിങ് ജപ. നമ്മൾ ബാൽക്കണിയിലോ വരാന്തയിലോ വീടിൻ്റെ പുറത്തോ ആൾക്കാർ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അവിടെ പോയിട്ട് ജപിക്കാം. നമ്മുടെ ആ റൗണ്ട്, പ്രിസ്ക്രൈബ് റൗണ്ട് കഴിഞ്ഞ ശേഷം ചെയ്യാം. പ്രിസ്ക്രൈബ് റൗണ്ട് ചെയ്യുന്നത് അത് പ്രൈവറ്റ് അഫയർ ആയിരിക്കണം. 16 മാല, 10 മാല, 8 മാല, എത്രയും നമ്മൾ പ്രിസ്ക്രൈബ് റൗണ്ട് കമ്മിറ്റ് ചെയ്തിരിക്കുന്നത് അത് നമ്മുടെ എക്സ്ക്ലൂസീവ് ആയിരിക്കണം. അത് നമ്മൾ പാർക്കിൽ പോയിട്ടോ അവിടെയും ഇവിടെയും പോയിട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ വേറെ ആളുടെയും ശല്യമൊന്നുമില്ല, ആൾക്കാരൊന്നുമില്ല, അങ്ങനത്തെ സ്ഥലത്ത് കുഴപ്പമില്ല. Again, many devotees have to travel a long way by public transport to their place of work. By all means, devotees may chant while commuting, but such chanting should be considered bonus. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനത്തെ ചാൻഡിങ് ചെയ്യാം, കുഴപ്പമില്ല. നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ബസ്സിലോ ട്രെയിനിലോ എവിടേക്കെങ്കിലും പോകുന്ന സമയത്തൊക്കെ ചെയ്യാം. പക്ഷെ അത് ബോണസായിട്ട്, അത് ഈ പ്രിസ്ക്രൈബ് നമ്പർ ഓഫ് റൗണ്ട്സിൽ കൂട്ടാൻ പാടില്ല, 16 മാലയിൽ കൂട്ടാൻ പാടില്ല. Chanting and not a part of prescribed quota of 16 rounds as the quality chanting will not be. അപ്പോൾ ആ സമയത്ത് നമ്മൾ പുറമെ പോയിരിക്കുകയാണ്, ബസ്സിൽ പോവുകയാണെങ്കിൽ, ട്രെയിനിൽ പോവുകയാണ്, അല്ലെങ്കിൽ ഗാർഡനിൽ പോയിരിക്കുകയാണ്, അവിടെ ഒരുപാട് ഡിസ്റ്റർബൻസിനായിരിക്കും. അപ്പോൾ അവിടെ ക്വാളിറ്റി റൗണ്ട് ചാൻറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മുടെ പ്രിസ്ക്രൈബ് റൗണ്ട്സിൽ ആ ചാൻറ്റിങ് നമ്മൾ കണക്കാക്കാൻ പാടില്ല. പോസ്ചർ, sitting, standing and walking. If one is alert in the mind, sitting posture makes for very good quality japa. It is recommended that one sit cross-legged with back erect. Okay, അപ്പോൾ ഇതാണ് എൻ്റെ സ്റ്റാൻഡേർഡ്. പക്ഷെ എന്തെങ്കിലും ഹെൽത്ത് റീസൺ ഉണ്ടെങ്കിൽ യു ക്യാൻ അഡ്ജസ്റ്റ് അക്കോർഡിംഗ്ലി. ചില ആൾക്കാർക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് കംഫർട്ടബിളായിട്ട് ഇരുന്ന് ചാൻറ്റ് ചെയ്യാം. അല്ല എനിക്ക് സുഖമില്ല എന്നിട്ടും ഇങ്ങനെ ഇരിക്കണം എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മുടെ കോൺസെൻട്രേഷൻ എന്തിലായിരിക്കും? ഇരിക്കുന്നതിലായിരിക്കും, ജപത്തിലായിരിക്കില്ല. അതുകൊണ്ട് കംഫർട്ടബിളായിട്ട്, എങ്ങനെ നിങ്ങൾക്ക് കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റും അത് പ്രകാരം ഇരുന്ന് നമ്മൾ ചാൻറ്റ് ചെയ്യും. ലീനിങ് വൺസ് ബാക്ക് അഗൈൻസ്റ്റ് എ വാൾ ഓർ slouching one's back or even resting one's elbows on one's knees or thigh should be avoided as they induce sleep very quickly. അപ്പോൾ ചുമരിനെ എഗൻസ്റ്റ് ചാരി ഇരിക്കുക, എനിക്ക് കാലം അങ്ങനെ മടക്കി വെക്കുക, അതൊക്കെ എന്താ നമുക്ക് ഉറക്കം വരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യരുത് പറയുന്നത്. പക്ഷേ എന്തെങ്കിലും കാരണവശാൽ ആരോഗ്യ പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് വേറെ വഴിയില്ല. Worse still, being sprawled out in the chair, lying in bed, these are sure shot always to sleep. അങ്ങനെ ബെഡിലിരിക്കുക, വല്ലാണ്ട് റിക്ലൈൻ ചെയ്തിരിക്കുക, ഇതൊക്കെ നമുക്ക് ഉറക്കത്തിന് വഴിയൊരുക്കും. അതുകൊണ്ട് അത് ബെറ്റർ ടു അവോയ്ഡ് എന്നാണ് പറയുന്നത്. If one is feeling very sleepy or if the mind is exceptionally restless, it is then better to stand or walk or japa. വല്ലാണ്ട് ഉറക്കം വരുന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യുന്നത്? നടന്ന് ജപിക്കുക. ആഫ്റ്റർ ഓൾ, വാട്ട് ഗുഡ് ഈസ് ഇറ്റ് ഇഫ് ദ ബോഡി is still but the mind is moving fast here and there or not moving at all. Again, while standing, one should avoid the temptation to lean against a support lest one falls asleep. The conditioned mind is always looking for ways to cheat us from relishing Krishna's names. നമ്മളുടെ കണ്ടീഷൻ മൈൻഡ് എപ്പോഴും നമ്മൾ തന്നെ ചതിക്കും. എന്തിന്? ഭഗവാന്റെ ദിവ്യനാമത്തിൽ നിന്നുള്ള ആസ്വാദനം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. ആ ആസ്വാദനം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ അറ്റൻറ്റീവായിട്ടുള്ള ചാൻറ്റിങ് നടക്കണം എന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ നമുക്ക് ഹോളി നെയിമിൽ ടേസ്റ്റ് രുചി കിട്ടില്ല. രുചി കിട്ടാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. Many devotees prefer to do japa while walking. While this is certainly authorized by the acharyas, one should be careful to avoid looking here and there or to get distracted by objects or people along the way. One helpful suggestion is to walk with one's head slightly inclined downwards. അപ്പോൾ പല ആൾക്കാർക്കും നടന്ന് ജപിക്കാൻ അത് കുഴപ്പമില്ല,
അത് അഥറൈസ്ഡ് ആണ്. പക്ഷേ നമ്മൾ ഡിസ്ട്രാക്ട് ആവാൻ പാടില്ല. വി ഷുഡ് ബി വെരി കെയർഫുൾ നോട്ട് ടു ഗെറ്റ് ഡിസ്ട്രാക്റ്റഡ്. Vigilance. One must be vigilant to maintain mental alertness at all times during japa. If one feels sleepy while sitting down, one should immediately stand up or walk. As and when the mind wanders, one should immediately drag it back to focus on hearing the holy name. നമുക്ക് എപ്പോഴെങ്കിലും ഉറക്കം വരുന്നു തോന്നിയാൽ ഉടനെ അവിടുന്ന് എഴുന്നേൽക്കുക, കുറച്ച് നടക്കുക. ദെൻ അപ്പം അങ്ങനെ നമുക്ക് ആ ഒരു ഫുൾ സ്വിങ്ങിൽ കൊണ്ടുവരാൻ പറ്റും നമ്മുടെ ചാൻഡിങ്. ജപ ഈസ് നോട്ട് എ റേസ്. ചില ആൾക്കാർ ഫാസ്റ്റ് ട്രെയിൻ ഓക്കെ അങ്ങനെ പോവും. അങ്ങനെ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. വളരെ ഫാസ്റ്റും പാടില്ല, വളരെ സ്ലോവും പാടില്ല. ഒരു മീഡിയം, അതൊരു ഓട്ടപ്പന്തയല്ല എന്ന് പറയുന്നത് പ്രഭുപാദ. ജപ ഈസ് നോട്ട് എ റേസ്. സംടൈംസ് ഇറ്റ് മേ ബി ടെംപ്റ്റിംഗ് ടു ട്രൈ ടു ബീറ്റ് ദ ക്ലോക്ക്, to rush through one's japa to finish 16 rounds in even lesser than yesterday. അപ്പോൾ പല ആൾക്കാരും എങ്ങനെയും, അതായത് ഫിനിഷിങ് ദ ജപ, ചാൻഡിങ് ദ ജപ, ഫിനിഷിങ് ദ ജപ രണ്ടാണ്. നമ്മൾ ചാൻഡ് ചെയ്യുക പറഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള ആ ഒരു വിധി വിധാനത്തോടുകൂടി ചാൻഡ് ചെയ്യുക. ഫിനിഷ് എങ്ങനെയെങ്കിലും അത് കഴിക്കുക, തീർക്കാൻ നോക്കുക, എന്നിട്ട് വേണം അടുത്ത പണി ചെയ്യാൻ. അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ അങ്ങനെ നമ്മളുടെ 16 റൗണ്ട് ചെയ്തിട്ട് കാര്യമില്ല. അതായത് കാര്യമില്ല മീൻസ് നമുക്ക് അതിൻ്റെ വേണ്ടുന്ന റിസൾട്ട് കിട്ടില്ല, ഫുൾ ബെനിഫിറ്റ് കിട്ടില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ റേസിനല്ല പോകുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പേസിൽ നമ്മൾ ചാൻഡ് ചെയ്യണം. ക്ലിയർ അറ്റൻറ്റീവ് ചാൻഡിങ് ഷുഡ് ഓൾവേസ് ബി ദ എംഫസൈസ് ആൻഡ് വൺ മേ അഡ്ജസ്റ്റ് ടു എ സ്പീഡ് ദാറ്റ് വൺ ഈസ് നാച്ചുറലി കംഫർട്ടബിൾ വിത്ത്. അപ്പോൾ എല്ലാ അക്ഷരങ്ങളും വളരെ സ്ഫുടതയോടെ പറഞ്ഞിട്ട് ചാൻഡ് ചെയ്യാൻ ശ്രമിക്കണം. അല്ലാണ്ട് ഫാസ്റ്റായിട്ട് പോയാൽ ചിലപ്പോൾ ചില അക്ഷരങ്ങളൊക്കെ നമ്മൾ, ചില വാക്കുകളൊക്കെ നമ്മൾ സോളോ ചെയ്യുമ്പോഴും അപ്പം അത് ഇടവരുത്താൻ പാടില്ല. ദ വേർഡ്സ് ഓഫ് ദ മഹാമന്ത്ര മസ്റ്റ് നോട്ട് ബി സോളോഡ്. അറ്റ് നോ കോസ്റ്റ് ഷുഡ് ദ ക്വാളിറ്റി ഓഫ് ജപ ബി കോംപ്രമൈസ്ഡ്. ഫോർ മെനി ഡിവോട്ടീസ് 16 rounds ടേക്ക് ലിറ്റിൽ അണ്ടർ 2 hours. അപ്പോൾ അറ്റ്ലീസ്റ്റ് 1 hour 45 minutes 2 hours അവരവരുടെ ആ സ്പീഡ് അനുസരിച്ചിട്ട് 16 റൗണ്ട്. ഏകദേശം ഒരു 1 hour 45 minutes ഇസ് ക്വൈറ്റ് എ ഗുഡ് ദിസ് തിങ്. ചില ആൾക്കാർക്ക് കുറച്ചുകൂടി പതുക്കുകയാണെങ്കിൽ 2 മണിക്കൂർ. 1 മണിക്കൂറിലൊക്കെ ചാൻഡ് ചെയ്യാൻ പറഞ്ഞാൽ ഫാസ്റ്റ് ട്രെയിനായി, വല്ലാണ്ട് ഫാസ്റ്റ് ട്രെയിനായി. അപ്പം അതുകൊണ്ട് ഏകദേശം 1 hour 45 minutes ഗുഡ്. ഓൾവേസ് ഡിസ്കസ്. Japa is so important that devotees should regularly discuss this subject and emphasize its importance and share this. അപ്പോൾ പരസ്പരം ഭക്തരെ പരസ്പരം ഇതിനെപ്പറ്റി എങ്ങനെയായിരുന്നു, ഇന്നത്തെ ചാനിങ് എങ്ങനെയായിരുന്നു, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയോ, അതിലെന്താണ് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തത്, പരസ്പരം ഇത് ഷെയർ ചെയ്യുന്നത് നല്ലതായിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളുടെ ക്വാളിറ്റി ഓഫ് ചാൻഡിങ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് നമ്മളെ സഹായിക്കും. ജപ ബെസ്റ്റ് ഇൻ അസോസിയേഷൻ ഡിവോട്ടീസ്, എസ്പെഷ്യലി കോൺഗ്രിഗേഷനിലെ ടെമ്പിളിൽ ഒരുമിച്ചിട്ട് അലോട്ടഡ് ടൈമിൽ ഇപ്പോൾ 7 to 9 അല്ലെങ്കിൽ 5 to 7 ഈ സമയത്ത് 2 മണിക്കൂർ എല്ലാ ടെമ്പിളിലും ജപ ദർശനാർത്ഥിക്ക് മുമ്പേ 2 മണിക്കൂർ കൊടുക്കും. അപ്പോൾ എല്ലാവരും കൂടെ ഒരേ സ്ഥലത്ത് ഇരുന്നിട്ട് ചാൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ കോൺസെൻട്രേഷൻ കുറച്ചും കൂടി ഫോക്കസ് ആയിരിക്കും. While japa is an individual spiritual discipline, it is advisable to do in association with devotees. ഈ രാവിലെ പല ഭക്തരും സൂമിലൊക്കെ 3 മണിക്ക് 4 മണിക്ക് 5 മണിക്ക് അങ്ങനെ സൂം കോളിൽ ജപിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരുമിച്ച് അങ്ങനെ ജപിക്കുമ്പോൾ ആ ടൈം നമ്മൾ എക്സ്ക്ലൂസീവായിട്ട് യൂസ് ചെയ്യും. അതും നല്ലൊരു മാർഗമാണ്. കാരണം വെച്ചാൽ അപ്പോൾ നമ്മുടെ ബ്രഹ്മമുഹൂർത്തത്തിൽ നമ്മുടെ പ്രിസ്ക്രൈബ് റൗണ്ട് വലിയ ഡിസ്റ്റർബൻസ് ഇല്ലാണ്ട് നമുക്ക് ചാൻഡ് ചെയ്യാൻ പറ്റും. ഇറ്റ്സ് എ ഗുഡ് പ്രൊപ്പോസിഷൻ. അങ്ങനെയൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. പക്ഷെ എന്താണ്, നമ്മൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ക്യാമറ ഓൺ ചെയ്തിരിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ക്യാമറ ഓഫ് ചെയ്തിട്ട് വേറെ വല്ല പണി ചെയ്യും. ചില ആൾക്കാർ മാത്രം ചാറ്റ് ചെയ്യും, ചില ആൾക്കാർ വേറെ വല്ല ജോലി. അപ്പോൾ എന്താണ്, നമ്മളെ തന്നെ നമ്മൾ ചീറ്റ് ചെയ്യാണ് ചെയ്തത്. എല്ലാവരും ക്യാമറ ഓൺ ചെയ്തിട്ട് മ്യൂട്ട് ചെയ്യുക, അവരവരുടെ ഇത് മാത്രം കേട്ടാൽ മതി. അപ്പോൾ നമുക്കറിയാം എല്ലാവരും ചാൻഡ് ചെയ്യാണ്. അല്ലെങ്കിൽ നമ്മളത്
ആളുണ്ട്, അറ്റൻഡൻസ് ഉണ്ട്, പക്ഷെ ബാക്ക്ഗ്രൗണ്ടിൽ എന്താ ചെയ്യുന്നത് നമുക്ക് തന്നെ അറിയില്ല. നമ്മൾ തന്നെ ചീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അത് പാടില്ല. ഇത് വേറെ ആർക്കും വേണ്ടിയിട്ടില്ല, നമുക്ക് വേണ്ടിയിട്ടാണ്, നമ്മൾ മനസ്സിലാക്കണം. സോ വൈൽ ചാൻഡിങ് അലോൺ വി മേ ബിക്കം എ ലിറ്റിൽ ലാക്സ്, neglectful or sleepy. In association of devotees, we are always under scrutiny and there is always someone to check that we are not spacing out. ഇപ്പോൾ അസോസിയേഷൻ ഓഫ് ഡിവോട്ടീസിൻ്റെ അസോസിയേഷനിൽ എന്താ സംഭവിക്കുക, നമ്മൾക്ക് കുറച്ച് പേടിയാണ്, നമ്മൾ കാണുന്നുണ്ട്, മറ്റുള്ളവർ നമ്മളെ വീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വിൽ ബി വെരി കെയർഫുൾ. ഒറ്റയ്ക്കാണെങ്കിൽ വളരെ അത് കുറച്ച് ലാക്സ് ആയിരിക്കും, കുറച്ച് എന്താണ് കുറച്ചുകൂടിയും നമ്മൾ അത്ര കാര്യമായിട്ടിരിക്കില്ല, നെഗ്ലക്റ്റ് ചെയ്യും. So when devotees chant Japa together, it sets up strong vibrations and it is wonderful to chant in such an environment. Thus, wherever possible, devotees should attend the morning Japa at the temple. അപ്പോൾ ടെമ്പിൾ ജപ ആ ഒരു 2 hours ദർശനാർത്ഥത്തിന് മുമ്പേ ഉള്ള ആ സമയം ഒരുമിച്ച് ചാൻറ്റ് ചെയ്യുമ്പോൾ ഒരു സ്ഥലത്തിരുന്നിട്ട്, അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കില്ല, വേറെ കാര്യങ്ങൾ ചെയ്യില്ല, അൺലെസ് ടെമ്പിൾ സർവീസ് വല്ലതും ഉണ്ടെങ്കിൽ അതിന് പോകാമെന്നല്ലാതെ ബാക്കി എല്ലാവരും അവിടെ ഇരുന്ന് ചാൻറ്റ് ചെയ്യാൻ പറ്റും. ആൾട്ടർനേറ്റീവ്ലി ഡിവോട്ടി സ്റ്റേയിങ് അറ്റ് ഹോം ലൊക്കാലിറ്റി ക്യാൻ മീറ്റ് അറ്റ് കോമൺ പ്ലേസ് ഓൺ ആസ് മെനി ഡേയ്സ് ആസ് പോസിബിൾ ചാൻറ്റ് ടുഗദർ. ദീസ് ഹൈലി റെക്കമെൻഡ്. അപ്പോൾ ഒരുമിച്ച് ചാൻറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ബെനിഫിറ്റ്സ് ആണ്. അതുകൊണ്ടാണ് കോൺഗ്രിഗേഷനിലായാലും ശരി, അല്ലെങ്കിൽ ടെമ്പിളിലായാലും ശരി, അല്ലെങ്കിൽ സൂം കോളിലായാലും ശരി, എല്ലാവരും കൂടി ഒരുമിച്ച് വരുമ്പോൾ അതിൻ്റെ എഫക്റ്റ് കുറച്ച് കൂടുതലായിരിക്കും. Japa early morning. Japa should be done early in the morning, ideally during the Brahma Muhurta time. If that is not possible, it should be done at the earliest thereafter. Rising early is mandatory for all devotees, and there should be no compromise in this regard. It is desirable to have a fixed time for one's morning Japa. Especially നമ്മളുടെ ജപത്തിന് നമ്മൾ കൊടുക്കേണ്ട സമയം ബെസ്റ്റ് ടൈം ആയിരിക്കണം ഓഫ് ദ ഡേ. അതായതാണ് ബ്രഹ്മമുഹൂർത്തം. അപ്പോൾ മാക്സിമം പോസിബിൾ നമ്മൾ ബ്രഹ്മമുഹൂർത്തത്തിൽ ചാൻറ്റ് ചെയ്യാൻ നോക്കുക. അതല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ പറ്റിയില്ലെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദാറ്റ് പിന്നെ സമയത്തിന് എഴുന്നേൽക്കുക. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് എസ്പെഷ്യലി നമ്മുടെ സ്പിരിച്വൽ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യുന്നത് നല്ല സമയത്തായിരിക്കണം. മോർണിംഗ് ടൈം എന്ന് പറഞ്ഞാൽ സത്വഗുണത്തിലാണ്. സത്വഗുണത്തിൻ്റെ എഫക്റ്റും കൂടുതലായിരിക്കും. അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ, സ്പിരിച്വൽ ആക്ടിവിറ്റീസൊക്കെ സത്വഗുണത്തിൽ ചെയ്യാൻ നോക്കുക. About timing is an important element of sadhana bhakti. One should try to finish at least 10 to 12 rounds, definitely before leaving home for work. The more, the better. അപ്പോൾ നമ്മൾ ഓഫീസിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിന് പുറത്ത് പോകുന്നതിന് മുമ്പേ നമ്മളുടെ നാരായണ കവചം തയ്യാറായിരിക്കണം. നമ്മൾ പുറത്തുമ്പോൾ നമ്മുടെ ആര് എന്ത് അസ്ത്രം എറിഞ്ഞാലും ശരി നമ്മളെ ബാധിക്കാൻ പാടില്ല. അപ്പോൾ ചാൻഡിങ് ഈസ് എ കവച ഫോർ us, അല്ലേ? ഇറ്റ്സ് എ കവച ഫോർ us. ഒരു നമ്മുടെ സോൾജേഴ്സൊക്കെ പോകുമ്പോൾ ഒരു കവചം ഇടുന്നില്ലേ പണ്ടത്തെ കാലത്ത്, ഇന്നത്തെ കാലത്തുണ്ടായിരിക്കും. അപ്പോൾ അത് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും ഹാമിങ് മെറ്റീരിയലി. Loudness. Japa may be done softly to oneself or aloud. പതുക്കെ സോഫ്റ്റ്ലിയും ചെയ്യാം, കുറച്ച് ഉച്ചത്തിലും ചെയ്യാം. അപ്പം നമ്മൾ ഒറ്റയ്ക്കാണ് അല്ലെങ്കിൽ ചാൻഡിങ് സെഷനിലാണ്, എല്ലാവരും ചാൻഡ് ചെയ്യാണ്, കുഴപ്പമില്ല. ഇപ്പം ചില സ്ഥലത്ത് നമുക്ക് ഉച്ചത്തിൽ ചൊല്ലാൻ പറ്റില്ല, വേറെ ഉള്ളവർക്കും പ്രശ്നങ്ങളുണ്ടാവും, അവരെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. അപ്പോൾ സോഫ്റ്റ്ലി ചെയ്യാം. ഗുഡ് ജപ ഡസ് നോട്ട് നെസറലി മീൻ ലൗഡ് ജപ. ചില ആൾക്കാർ വിചാരിക്കുന്നത് ഗുഡ് ജപ മീൻസ് വളരെ ഉച്ചത്തിൽ. ആരുമില്ലെങ്കിൽ, വേറെ ആർക്കും പ്രശ്നമില്ലെങ്കിൽ, ഓക്കെ, യു ക്യാൻ ഡു ഇറ്റ്. ഇഫ് യു ഹാവ് ദ സ്റ്റെമിന, 16 മാലയും അങ്ങനെ വളരെ ഉച്ചത്തിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ നത്തിങ്. ബട്ട് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെന്താ എക്സോസ്റ്റ് ആവും, കൂടുതൽ എക്സർഷൻ ചെയ്യാൻ പാടില്ല. വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ് ഈസ് നോട്ട് ഹൗ ലൗഡ്ലി വി ആർ ചാൻഡിങ്, ബട്ട് ഹൗ അറ്റൻറ്റീവ്ലി വി ആർ ഹിയറിങ്. അപ്പോൾ എന്താണ്, എത്ര ഉച്ചത്തിൽ ജപിക്കുന്നല്ല, എത്ര ശ്രദ്ധയോട് നമ്മൾ കേൾക്കുന്നു എന്നാണുള്ളത് നമ്മൾ ചാൻഡ് ചെയ്യുന്നത്. That is most important. When chanting amongst other devotees, we should be sensitive to not disturb their own concentration. മറ്റുള്ളവരുടെ കൂടെ ചെയ്യുമ്പോൾ നമ്മളുടെ ജപം അവരെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. Holy name or pastimes. One question that is sometimes asked by devotees is whether they can think of pastimes of Krishna while doing. ചില ഭക്തർക്കുള്ള സംശയമാണ്, നമ്മൾ ചാൻറ്റ് ചെയ്യുന്ന സമയത്ത് ഭഗവാന്റെ പാസ്റ്റൈംസ് നമുക്ക് ധ്യാനിക്കാൻ പറ്റുമോ, ഓർമ്മിക്കാൻ പറ്റുമോ എന്നാണ്. എന്താണ് ചില പ്രഭാതർ അതിൽ പറയും നോക്കാം.
Let's see what Srila Prabhupada says about this. So you cannot make any distinction between listening to the sound and thinking of the pastimes. But the process is to hear, and then Krishna's pastime, form, qualities, etc. will automatically come to mind. അപ്പൊ എന്താണ് പറയുന്നത്? അതിൽ നമുക്ക് ഒരു വ്യത്യാസം കാണാൻ പാടില്ല. നമ്മുടെ പ്രോസസ്സ് എന്താണ്? കേൾക്കുക. ആ സമയത്ത് നമ്മൾ ശ്രദ്ധപൂർവ്വം കേൾക്കുമ്പോൾ ഭഗവാന്റെ ലീലകളും ഭഗവാന്റെ രൂപവും ഭഗവാന്റെ ക്വാളിറ്റീസ് എല്ലാം നമ്മുടെ മനസ്സിൽ വരും. അത് തെറ്റില്ല. നമ്മൾ അത് ആലോചിച്ച് ജപിക്കേണ്ട ആവശ്യമില്ല. അത് ജപിക്കുന്ന സമയത്ത് അത് ഓർത്താൽ അത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് നമുക്ക് വരും, അത് പ്രശ്നമില്ല. At another place, Prabhupada says, generally it is the process to simply chant and hear. ശരിക്കുള്ള പ്രോസസ് നമ്മൾ ജപിക്കുക, അത് നമ്മൾ കേൾക്കുക. ബട്ട് ഇഫ് കൃഷ്ണ ലീല കംസ് ഇൻ ടു റിമംബറൻസ്, ദാറ്റ് ഈസ് വെരി ഗുഡ്. ഭഗവാന്റെ ലീലകൾ നമ്മുടെ ഓർമ്മയിൽ വരികയാണെങ്കിൽ നല്ലതാണ്. ഇറ്റ് ഷുഡ് കം ഓട്ടോമാറ്റിക്കലി. ഓട്ടോമാറ്റിക്കലി വരും. നമ്മൾ അതിനെ ഓർത്ത് നമ്മൾ കൊണ്ടുവരേണ്ട ആവശ്യമില്ല മനസ്സിലാക്കി. നോട്ട് ദാറ്റ് യു ആർ റിമംബറിങ് ആർട്ടിഫിഷ്യലി. അങ്ങനെ ഓൺ ഇറ്റ്സ് ഓൺ അത് നമ്മളുടെ മനസ്സിൽ വരികയാണെങ്കിൽ, ഓർമ്മയിൽ വരികയാണെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ അതിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കേണ്ട ആവശ്യമില്ല. അത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. Then offenses against the holy name. One should avoid the 10 offenses against the holy name. Srila Prabhupada says that the quality chanting means avoiding about 10 offenses അപരാധങ്ങളുണ്ട്. അത് നമ്മൾ എപ്പോഴും അവോയ്ഡ് ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് ക്വാളിറ്റി ചാൻറ്റിങ് ചെയ്യാൻ പറ്റില്ല. Significance of Panchatattva mantra is given in appendix at the end of this section. നമ്മൾ ചാൻറ്റ് ചെയ്യുന്ന പ്രോസസ്സൊക്കെ നമുക്കറിയാം. അതിൻ്റെ നമുക്ക് ഗുരു പ്രണാമം, പ്രഭാത പ്രണാമം, അത് കഴിഞ്ഞാൽ പഞ്ചതത്വ മന്ത്ര, അത് കഴിഞ്ഞിട്ട് വേണം ചാൻറ്റ് ചെയ്യാൻ. ഓക്കെ. അപ്പോൾ ഇനീഷ്യലി നമ്മുടെ ഈ 10 ഒഫൻസസ് എന്താണെന്ന് അറിയുന്നത് വരെ നമ്മൾ അതിന് റിപ്പീറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. ഇനീഷ്യലി തുടക്കത്തിൽ അതും ഓർമ്മയുണ്ടെങ്കിൽ, അത് മനസ്സിലായി എന്നാൽ പിന്നെ നമുക്ക് അതിന് ആവശ്യമില്ല. പക്ഷേ ഇഫ് വൺ ക്യാൻ ഡു ദാറ്റ്, ഇറ്റ്സ് റിയലി ഗുഡ്. നമ്മളൊരു റിമൈൻഡറായിട്ട് നമുക്കത് ഉപകാരം വരും. വൺ ഷുഡ് നോട്ട് ഫോർഗെറ്റ് ടു ചാൻറ്റ് ദ ഗുരു പ്രണാമ മന്ത്ര ആൻഡ് ദ പഞ്ചതത്വ മന്ത്ര ബിഫോർ ബിഗിനിങ് ടു ചാൻറ്റ് ഹരേ കൃഷ്ണ മന്ത്ര. So, the 4 regulatory principles. One must strictly follow the 4 regulatory principles. ഇത് കാണിച്ച് നമ്മുടെ ക്വാളിറ്റി ഓഫ് ജപ ഇംപ്രൂവ്മെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ റെഗുലേറ്ററി പ്രിൻസിപ്പിൾസ് ചെയ്തിരിക്കണം. അതിന് മാത്രമല്ല ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ട് റെഗുലേറ്ററി പ്രിൻസിപ്പിൾസ് നമ്മൾ ഫോളോ ചെയ്യുന്ന അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ ക്വാളിറ്റി ഓഫ് ജപ ആ പ്രോഗ്രസ്സിന് വേണ്ടിയിട്ടും ഈ 4 പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുന്നത് മസ്റ്റാണ്. One must strictly follow the 4 regulatory principles. No meat eating, including fish and eggs, and items like onions, garlic and mushrooms. ഇതെല്ലാം നമ്മൾ അവോയ്ഡ് ചെയ്യണം. No intoxication, including liquor, tea, coffee, tobacco, in any form, betel nut, pan masala, etc. Okay, ഇതെല്ലാം intoxication. No illicit sex, no sex outside of marriage, and ideally no sex within marriage. That is not for procreation. No gambling, including speculation on the stock market or in business deals, lotteries and lotto games, etc. അത് നമുക്കറിയാവുന്നതാണ്. Devotees should avoid watching commercial films. Commercial films എന്താണ്? പൈസ ഉണ്ടാക്കാനാണ്. അപ്പോൾ അതൊന്നും ഒക്കെ ഫിക്ഷനാണ്, ശരിക്കുള്ളതല്ല. നമ്മുടെ മനസ്സിനെ അജിറ്റേറ്റ് ചെയ്യുന്ന ഒന്നും കാണാൻ പാടില്ല. അതൊക്കെ കമേഴ്സ്യലാണ്. അവർ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതാണ് അല്ലേ. അത് അവരുടെ ലുക്രേറ്റീവ് ബിസിനസ്സുമാണ്. അപ്പോൾ അതിലൊരുപാട് മസാലകളൊക്കെ ആഡ് ചെയ്തിട്ട് നമ്മുടെ മനസ്സിനെ ഡിസ്ട്രാക്ട് ചെയ്യാൻ മാത്രമല്ല പൊല്യൂട്ടിങ് ചെയ്യും. സോ വി ഷുഡ് അവോയ്ഡ് കമേഴ്സ്യൽ ഫിലിംസ്. ടെലിവിഷൻ ആൻഡ് നോൺ ഡിവോഷണൽ വീഡിയോസ്, അതായത് ഒരുപാട് മെറ്റീരിയൽ സ്റ്റഫുള്ള ടെലിവിഷൻ പ്രോഗ്രാംസ് ഉണ്ടായിരിക്കും, നോൺ ഡിവോഷണൽ വീഡിയോസ് ഉണ്ടായിരിക്കും. അതൊക്കെ അവോയ്ഡ് ചെയ്യണം. റീഡിങ് നോവൽസ് ആൻഡ് അതർ നോൺ ഡിവോഷണൽ വർക്ക്സ്. ചില ആൾക്കാർക്ക് സ്റ്റോറി, നോവൽസ്, ഫിക്ഷൻസ് ഇതൊക്കെ വായിക്കാനുള്ള ഇതുണ്ടായിരിക്കും, ഒരു ടേസ്റ്റ് മുമ്പുണ്ടായിരുന്നുണ്ടായിരിക്കും. അതൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യണം. നമ്മുടെ ഡിവോഷണൽ പ്രോഗ്രസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. റീഡിങ് മാഗസിൻസ്
that deal with film, sports, politics, sex, social affairs, etc. Such activities will simply contaminate our consciousness and encourage us to violate the four regulative principles indeed. ഇതൊക്കെ എന്താണ്, നമ്മുടെ ഈ 4 നിയമങ്ങൾ ലംഘിക്കാനുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കുകയാണ് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വായിക്കുക, കേൾക്കുക, ഇടപെടുമ്പോൾ. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം. Associating with devotees. One must associate with devotees regularly. Regularly means as often as one possibly can in one's given situation. Regularly means നമുക്ക് എപ്പോഴൊക്കെ നമുക്ക് അതിന് സാധിക്കുമോ അപ്പോഴൊക്കെ സത്സംഗം ഉണ്ടായിരിക്കണം. ഓക്കെ. ഐഡിൽ മൈൻഡ് ഈസ് ഡെവിൾസ് വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ഭക്തന്മാരുടെ ഇടയിൽ സംഘത്തിലിരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടാത്ത ചിന്തയിൽ പോവില്ല. അതുകൊണ്ടാണ് എപ്പോഴും സത്സംഗം വേണമെന്ന് പറയുന്നത്. The more one associates with sincere devotees, the faster progress one will make in Krishna consciousness. അപ്പോൾ അതാണ് സാധുസംഘ, അതിൻ്റെ ആദ്യം തന്നെ പറഞ്ഞ് ആ സാധുസംഘത്തിൻ്റെ ഇമ്പോർട്ടൻസ്. നമ്മുടെ എത്രയും സിൻസിയറിറ്റി നമ്മുടെ സാധുസംഘത്തിൽ ഇടപെടുന്നു, അത്രയും ഈസി ആയിട്ട് നമുക്ക് കൃഷ്ണ കോൺഷ്യസ്നെസ്സിന് പ്രോഗ്രസ് കൈവരിക്കാൻ പറ്റും. സത്സംഗ does not mean that the devotee simply gather together physically. What is done in that association is important. അപ്പോൾ സത്സംഗ വെറുതെ ആൾക്കാർ വന്ന് കൂടെ നിൽക്കല്ല, അതിൽ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ പ്രോഗ്രസ്. ദ ബേസിസ് ഫോർ സത്സംഗ is സങ്കീർത്തന, കൃഷ്ണ കഥ ആൻഡ് സേവ. പ്രജൽപ, മണ്ടൈൻ ടോക്ക് ഷുഡ് ബി അവോയ്ഡ്. അപ്പോൾ എന്താണ് സത്സംഗത്തിൻ്റെ സങ്കീർത്തനം? നാമസങ്കീർത്തനം ചെയ്യാം, കൃഷ്ണകഥ കേൾക്കുക, പറയുക, പിന്നെ സേവ ചെയ്യുക. ഇതാണ് മെയിനായിട്ടുള്ള ഉദ്ദേശം. പ്രജൽപ, mundane talk should be avoided. One should humble oneself in satsanga to submissively hear, and one should not eager to simply speak. അപ്പോൾ ആരാണോ പ്രീച്ച് ചെയ്യുന്ന അവരുടെ വളരെ സമർപ്പണ ഭാവത്തോടെ അത് കേൾക്കണം. നമ്മൾ സംസാരിക്കാതെ, അപ്പോൾ ഒരു വക്താവുണ്ട്, ശ്രോതാക്കളുണ്ട്. അപ്പോൾ ശ്രോതാക്കളെ വക്താവ് എന്താണ് പറയുന്നത് അത് കേൾക്കാൻ ശ്രമിക്കണം. അല്ലാണ്ട് വെറുതെ നമ്മൾ അങ്ങോട്ട് സംസാരിക്കലാണ്, നമ്മൾ കേൾക്കുക. ശ്രവണമാണ് ഇമ്പോർട്ടൻ്റ്. പ്രീച്ചിങ്, എസ്പെഷ്യലി പ്രീച്ചിങ് സമയത്തുള്ള കാര്യമാണ്. അസോസിയേഷൻ ഓഫ് ഡിവോട്ടീസ് ഈസ് അവർ മോസ്റ്റ് പ്രൈസ് പൊസിഷൻ, വിതൗട്ട് വിച്ച് അവർ ലൈഫ് ബിക്കംസ് ഡ്രൈ ആൻഡ് മീനിങ്ലെസ്. വൺ ഈസ് ഷുഡ് ടു ഡ്രിഫ്റ്റ് ഫ്രം കൃഷ്ണ കോൺഷ്യസ്നസ് ഇഫ് വൺ ഡസ് നോട്ട് റെഗുലർലി അസോസിയേറ്റ്സ്. അപ്പം നമ്മൾ ഈ കൃഷ്ണ കോൺഷ്യസിൽ നിന്ന് വ്യതിചലിക്കാൻ, ഡീവിയേറ്റ് ചെയ്യാൻ കാരണം എന്താണ്? അസോസിയേഷന് വിട്ടു നിൽക്കുകയാണെങ്കിൽ. അപ്പോൾ എപ്പോഴും അസോസിയേഷനിൽ നിൽക്കണം. അസോസിയേഷൻ മേ ബി ഇൻ പേഴ്സൺ, വപു, ദാറ്റ് ഈസ് ഫിസിക്കൽ പ്രസൻസ് ഓഫ് ദ ഗുരു ആൻഡ് ദ വൈഷ്ണവാസ്, ഓർ ഇൻ വേർഡ്സ്, വാണി. അപ്പോൾ അസോസിയേഷൻ പലതരത്തിലുണ്ട്. ഫിസിക്കലാവാം, വാണി, ഇൻസ്ട്രക്ഷൻ. നമ്മുടെ ഇൻസ്ട്രക്ഷൻ പ്രഭാത തന്നിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ എന്താ? വാണി, വപു രണ്ടുമുണ്ട്. അപ്പോൾ വാണിയും ഓക്കെയാണ്. നമുക്ക് ഫിസിക്കലി ഗുരുവിനോട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിലും ഗുരുവിൻ്റെ ഇൻസ്ട്രക്ഷൻ, ഗുരുവിൻ്റെ പുസ്തകങ്ങൾ കൂടെ, ഇൻസ്ട്രക്ഷൻ കൂടെ നമുക്ക് കിട്ടും, അല്ലേ? അപ്പോൾ അതും അസോസിയേഷൻ ആണ്. സോ ഇൻ അതർ വേർഡ്സ്, വാണി, ദാറ്റ് ഈസ് ദ ഇൻസ്ട്രക്ഷൻ ഓഫ് ദ ഗുരു ആൻഡ് ദ വൈഷ്ണവാസ്, ബോത്ത് ആർ ഇമ്പോർട്ടൻറ്റ്. Satsanga will be meaningful when one tries sincerely to practice in one's life what one has carefully heard. എന്താണ് നമ്മൾ കേൾക്കുന്നത് അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം, അല്ലാണ്ട് കാര്യമില്ല. തിയററ്റിക്കൽ നോളജ് കൊണ്ട് കാര്യമില്ല. വി ഹാവ് ടു പുട്ട് ഇൻ പ്രാക്ടീസ്. അത് നമ്മൾ അപ്ലൈ ചെയ്യണം. നോളജ് ഈസ് പവർഫുൾ, അല്ലേ? ആണ് എപ്പോഴും പറയാറുണ്ട്. നോളജ് ഈസ് പവർ. പക്ഷെ ശരിക്കും എന്താ പവർ? എന്താ? അപ്ലൈഡ് നോളജ് ഈസ് പവർ. നമുക്ക് എന്താണ് അറിവുള്ളത് അത് നമ്മൾ അപ്ലൈ ചെയ്താൽ മാത്രമേ അതിന് ശക്തി ഉണ്ടാവൂ, അല്ലാണ്ട് കാര്യമില്ല. വൺ ഷുഡ് അക്സെപ്റ്റ് എ കൗൺസിലർ ഹൂ ക്യാൻ ബി എ ഫ്രണ്ട് ആൻഡ് ഗൈഡ്. അപ്പോൾ നമ്മൾ ഓരോരുത്തർക്കും ഓരോ മെൻറ്റർ ഉണ്ടായിരിക്കണം, കൗൺസിലർ ഉണ്ടായിരിക്കണം. ആൻഡ് ആ കൗൺസിലർ അല്ലെങ്കിൽ മെൻറ്ററെ ഒരു കൂട്ടുകാരനെ പോലെ അല്ലെങ്കിൽ കൂട്ടുകാരിയെ പോലെ, അതേപോലെ ഒരു ഗൈഡും ആയിരിക്കണം. അപ്പോഴാണ് ഒരു ഫ്രണ്ട്ലി റിലേഷൻ വേണം. അപ്പോഴേ നമുക്ക് ഒരു ഫ്രീഡം ഉണ്ടാവുള്ളൂ, എന്തെങ്കിലും ചോദിക്കാനും പറയാനും ഒക്കെ, നമ്മുടെ മനസ്സ് തുറക്കാനും ഉള്ള ആ ഒരു തരത്തിലുള്ള കൗൺസിലർ മെൻറ്റർ ആയിരിക്കണം നമുക്ക് വേണ്ടത്. ഓക്കെ, ഗുരു ഷുഡ് ബി, അപ്പോൾ ആ മെൻറ്റർ ഷുഡ് ബി സ്ട്രിക്റ്റ്. ഇറ്റ്സ് നോട്ട് ദാറ്റ് വളരെ ഫ്ലെക്സിബിൾ ആവാൻ പാടില്ല, പക്ഷെ അറ്റ് ദ സെയിം ടൈം ഫ്രണ്ട്ലി ആയിരിക്കണം.
avoiding non-devotees. In as much as satsanga is required for maintaining a vibrant spiritual life, avoiding asatsanga, association of non-devotees, is equally important. എന്താണ് നെക്ടർ ഓഫ് ഇൻസ്ട്രക്ഷനിൽ പറയുന്നത്? എന്താണ് പറയുന്നത്? അത്യാഹാര പ്രയാസച്ച പ്രജൽപോ നിയമാഗ്രഹ ജനസംഘശ്ച ലൗല്യം ച. ജനസംഘ എന്താണ്? വേൾഡ്ലി അസോസിയേഷൻ, അതായത് അസത്സംഗം. അപ്പൊ എങ്ങനെ സത്സംഗം എത്ര പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നു, അതേപോലെ തന്നെ അവോയ്ഡിങ് അസത്സംഗം അതിനും വളരെ പ്രാധാന്യം നമ്മൾ കൊടുക്കണം. അതിന് നമ്മൾ ഒരു നിസ്സാരമായിട്ട് കാണാൻ പാടില്ല. അസത്സംഗത്തിൽ ചെന്ന് പെട്ടാൽ പണി കഴിഞ്ഞു. കാരണം നമുക്ക് അതിനെ പിടിച്ചു നിൽക്കാനുള്ള ആ ഒരു ഫൗണ്ടേഷൻ ഇല്ലേ നമ്മുടെ. അതുകൊണ്ട് വി ഷുഡ് ബി വെരി കെയർഫുൾ. എന്തിന് ചൈതന്യ മഹാപ്രഭുവിന്റെ കൂടെ ഉണ്ടായിരുന്ന, ഭഗവാന്റെ കൂടെ ഉണ്ടായിരുന്ന കാലകൃഷ്ണദാസ് ഭട്ടധരീസിന്റെ ആ അല്ലോർമെന്റിൽ പോയി പെട്ടു. ഭഗവാൻ കൂടെ ഉണ്ടായിരുന്നിട്ട് ആലോചിച്ചു. അതാണ് മായ, അത്രയും സ്ട്രോങ് ആണ് മായ. അപ്പൊ ആലോചിക്കും നമ്മുടെ സ്ഥിതി എന്താണ്. അപ്പൊ അതുകൊണ്ട് എത്ര സത്സംഗം ഇമ്പോർട്ടൻസ് ആണോ, അതേപോലെ അസത്സംഗം നമ്മൾ അതിന് വളരെ പ്രാധാന്യം കൊടുക്കണം, അതിന് ഒഴിവായി നിൽക്കാൻ. One should minimize association with non-devotees, as such association contaminates our consciousness. One should associate with non-devotees only to the barest minimum extent for. നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സാധിച്ചെടുക്കാണ്ട് നമ്മൾ ഓഫീസിൽ പോകണ്ടായിരിക്കും, വീട്ടിലുള്ള ആൾക്കാരും ചിലപ്പോൾ ഡിവോട്ടീസ് ആയിക്കോണം നിർബന്ധമില്ല. അതുകൊണ്ട് നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. എത്ര ആ അസോസിയേഷൻ ടു ദ എക്സ്റ്റെൻറ്റ്, ബെയർ മിനിമം എക്സ്റ്റെൻറ്റ് മാത്രമേ പാടുള്ളൂ. നമ്മുടെ കാര്യം കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓഫീസിൽ നമ്മൾ പല ആൾക്കാരായിട്ട് നമുക്ക് ഇടപഴകേണ്ടി വരും അല്ലേ. അപ്പോൾ കൂടുതൽ അവരുടെ അറ്റാച്ച്മെന്റ് പാടില്ല. നമ്മുടെ കാര്യം കാണാൻ വേണ്ടിയിട്ട് അവരോട് ഡീൽ ചെയ്യാം. ചൈതന്യ ചരിതാമൃതത്തിൽ പറയുന്നത്, അസത്സംഗത്യാഗ ഏ വൈഷ്ണവ ആചാര ശ്രീസംഘി ഏക അസാധു കൃഷ്ണഭക്ത. മധ്യലീല 22:87 പറയാണ്. എന്താണ് പറയുന്നത്? വൈഷ്ണവ ഷുഡ് ഓൾവേസ് അവോയ്ഡ് ദ അസോസിയേഷൻ ഓഫ് ഓർഡിനറി പീപ്പിൾ. കോമൺ പീപ്പിൾ ആർ വെരി മച്ച് മെറ്റീരിയലി അറ്റാച്ച്ഡ്, എസ്പെഷ്യലി ടു വിമൻ. വൈഷ്ണവാസ് ഷുഡ് ഓൾസോ അവോയ്ഡ് ദ കമ്പനി ഓഫ് ദോസ് ഹു ആർ നോട്ട് ഡിവോട്ടീസ് ഓഫ് ലോർഡ് കൃഷ്ണ. The Bhagavatam says that by such association, one loses all good qualities such as truthfulness, cleanliness, mercy, gravity, intelligence, etc. അങ്ങനെയുള്ള അസത്സംഗം കൊണ്ട് നമ്മുടെ ഈ നല്ല നല്ല ഗുണങ്ങളെല്ലാം നഷ്ടപ്പെടും. ട്രൂത്ത്ഫുൾനെസ്, സത്യസന്ധത, ക്ലെൻലിനെസ്, ശൗചം, മേഴ്സി, ദയ, ഗ്രാവിറ്റി. ഗ്രാവിറ്റി പറഞ്ഞാൽ എന്താണ് പറയുക? ഗാംഭീര്യം അല്ലെ, ഇന്റലിജൻസ്, ബുദ്ധി, ഇതെല്ലാം നമുക്ക്, ആൻഡ് ഓൾ ഒപ്പുലൻസ് ദാറ്റ് നമ്മൾ ഓട്ടോമാറ്റിക്കലി ഒപ്റ്റൈൻ ആസ് ബൈ എ ഡിവോട്ടി, ഇതെല്ലാം നഷ്ടപ്പെടും. A man is never so degraded as when he comes into such unholy association. So fulfilling professional or business duties, fulfilling basic social obligations, for example, immediate relatives, neighbors, colleagues, etc. ഇപ്പോൾ നമ്മളുടെ ഒബ്ലിഗേഷൻസ് ഉണ്ട് നമ്മുടെ സൊസൈറ്റിയോട്, നമ്മുടെ ഇമ്മീഡിയറ്റ് റിലേറ്റീവ്സിനോട്, നൈബേഴ്സിനോട്. അതൊക്കെ നമ്മൾ നിലനിർത്തിക്കൊണ്ട് വരണം. അതേ സമയത്ത് അതിന് നമ്മൾ അനാവശ്യമായിട്ട് ഇൻഡൽജ് ചെയ്യാനും പാടില്ല. ചെയ്യേണ്ടത് മാത്രം ചെയ്യുക, ദെൻ ഡിറ്റാച്ച് യുവർ സെൽഫ്. അങ്ങനെ ചൈതന്യ മഹാപ്രഭു രഘുനാഥ് ദാസ് ഗോസ്വാമിയോട് പറഞ്ഞു, എക്സ്റ്റേണലി ബി എ ഗ്രോസ് മെറ്റീരിയലിസ്റ്റ്, ഇന്റേണലി ബി ഡിറ്റാച്ച്ഡ്. അതേപോലെ നമ്മൾ എങ്ങനെ താമരയുടെ ഇലയിലുള്ള ഒരു വെള്ളം പോലെ, ഓക്കെ, ഇറ്റ് ഡിറ്റാച്ച് അല്ലേ, ഒരു ചെറിയൊരു പേള് പോലെ, ഒരു ചെറിയൊരു കാറ്റ് വന്നാൽ അപ്പോൾ അത് വീഴും. അതേപോലെ നമ്മളായിരിക്കണം. സോ വി ഷുഡ് നോട്ട് ബി അറ്റാച്ച്ഡ് ടു ഇറ്റ്. ലോർഡ് ചൈതന്യ taught Sanatana Goswami that the sum and substance of a devotee's behavior is that he stays aloof from unholy association. Chaitanya Mahaprabhu Sanatana Goswami പറയുകയാണ്, സം ആൻഡ് സബ്സ്റ്റൻസ് എന്നാണ് ഒരു ഭക്തന്റെ സ്വഭാവത്തിൽ. അതായത് ആ ഭക്തൻ അൺഹോളി അസോസിയേഷനിൽ നിന്ന് വിട്ടുനിൽക്കും. There are two kinds of unholy association. രണ്ട് ടൈപ്പുള്ള അൺഹോളി അസോസിയേഷൻ. അസത്സംഗം, association with one who is too much attached to women, that is the opposite sex,
and material. The women പറഞ്ഞാൽ it is to either side, okay, opposite sex. For men it is women, for women it is men. അപ്പോൾ ആ ഒരു ടു മച്ച് അസോസിയേഷൻ നമ്മൾ വളരെ ഡേഞ്ചറസ് ആണ്. ആൻഡ് മെറ്റീരിയൽ ഓപ്പുലൻസ്, ഭൗതിക തലത്തിലുള്ള ആ ഐശ്വര്യത്തിന് വേണ്ടി അതിൻ്റെ പിന്നാലെ പോകുന്നതും അതും അൺഹോളിയാണ്. അതും അൺഹോളി അസോസിയേഷൻ. രണ്ടാമത്തെ, അസോസിയേഷൻ വിത്ത് വൺ ഹു ഇസ് നോട്ട് എ ഡിവോട്ടി ഓഫ് ലോർഡ് കൃഷ്ണ. ഭഗവാന്റെ ഭക്തരല്ലാത്ത ആൾക്കാരോട് നമ്മൾ കൂടുതൽ അടുക്കുന്നതും എന്താണ്, അതും അൺഹോളി അസോസിയേഷൻ ആണ്. Lord Chaitanya says, quoting scripture, that one should rather be locked in a cage filled with fire than associate with non-devotees. See, അതിൻ്റെ ആ ഒരു സിഗ്നിഫിക്കൻസ് കാണിച്ചു തരാണ്. ചെന്മാപ്പൂർ പറയാണ്, either having association with two categories of people. ഈ രണ്ട് കാറ്റഗറിയിലുള്ള ആൾക്കാരായിട്ട് നമ്മൾ അസോസിയേഷൻ ചെയ്യുന്നതിനേക്കാളും ബെറ്റർ എന്താണ്, നമ്മളെ തന്നെ ഒരു കൂട്ടിലെ ഒരു വലിയൊരു എന്താ പറയുന്നത്, നരിയോ പുലിയോ സോറി, കേജ് ഫിൽഡ് വിത്ത് ഫയർ. തീയിട്ടിട്ടുള്ള വലിയൊരു കേജിൻ്റെ ഉള്ളിൽ നമ്മൾ സ്വയം എടുക്കുക, അതായിരിക്കും ബെറ്റർ ദാൻ അസോസിയേറ്റിംഗ് വിത്ത് നോൺ ഡിവോട്ടീസ്. അത്രയും ഡേഞ്ചറസ് എന്ന് പറയാണ് അൺഹോളി അസോസിയേഷൻ. So reading, devotees should daily read the books of the Srila Prabhupada. For example, Bhagavad Gita, Srimad Bhagavatam, etc. One may begin with the smaller books like Nectar of Instruction, Perfect Questions, Perfect Answers, Krishna Consciousness, Matchless Gift. ഇതൊക്കെ പ്രഭുപാദരുടെ ബുക്സ് ആണ്. ചെറിയ ചെറിയ ബുക്സ് ആണ്. വലിയ വലിയ ബുക്സ് കാണുമ്പോൾ നമുക്ക് പേടി തോന്നും. അപ്പോൾ അതുകൊണ്ട് ചെറിയ ചെറിയ ബുക്സ് കൊണ്ട് തുടങ്ങാന്ന് പറയുന്നത്. അതർ ബുക്സ് ഷുഡ് ബി അവോയ്ഡഡ്. അപ്പം ആദ്യം ഇതൊക്കെ പഠിച്ചിട്ട് വേണം നമ്മൾ അതർ ബുക്സ് പറഞ്ഞാൽ അതർ സമ്പ്രദായ അതർ ഓതേഴ്സിൻ്റെ ബുക്സ് അവോയ്ഡ് ചെയ്യണമെന്ന് പറയുന്നത്. നമ്മൾ കൂടുതൽ കൺഫ്യൂഷൻ ആവാൻ പാടില്ല, അതുകൊണ്ടാണ് അതിന് കാരണം. റീഡിംഗ് മസ്റ്റ് ബി ഡൺ ഇൻ എ സീരിയസ്, അറ്റൻറ്റീവ് ആൻഡ് സിസ്റ്റമാറ്റിക് വേ, നോട്ട് കാഷ്വലി ലൈക്ക് വൺ വുഡ് റീഡ് എ നോവൽ. നോവൽ വായിക്കുന്ന തരത്തിലുള്ള രീതിയിൽ നമ്മൾ സ്ക്രിപ്റ്റേഴ്സ് വായിക്കാൻ പാടില്ല. ഇറ്റ് ഈസ് അഡ്വൈസബിൾ ടു ടേക്ക് നോട്ട്സ് ആസ് വൺ റീഡ്സ് ആൻഡ് ടു മെമ്മറൈസ് ഇമ്പോർട്ടൻറ്റ് ശ്ലോക. ഇറ്റ്സ് എ ഗുഡ് ഹാബിറ്റ്. നമ്മൾ പലതും നമുക്ക് ഓർമ്മയുണ്ടിരിക്കില്ല, അതുകൊണ്ട് നോട്ട്സ് എടുക്കുന്നത് നന്നായിരിക്കും. നമുക്ക് വീണ്ടും അത് റിവൈസ് ചെയ്യാൻ പറ്റും. പിന്നെ പ്രധാനപ്പെട്ട ചില ശ്ലോകങ്ങൾ നമ്മൾ പഠിക്കുന്നത് നല്ലതായിരിക്കും. റീഡിംഗ് ഈസ് നെസസറി ടു ഇംപ്രൂവ് അവർ ഫിലോസഫിക്കൽ അണ്ടർസ്റ്റാൻഡിങ്. ഇറ്റ് സ്ട്രെങ്തൻസ് അവർ കൺവിക്ഷൻ, ഫെയ്ത്ത് ആൻഡ് ഡിറ്റർമിനേഷൻ. അപ്പോൾ റീഡിങ് നന്നായിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആ ഫിലോസഫി സ്ട്രെങ്തൻ ആവും, സിദ്ധാന്തം. അപ്പോഴാണ് സിദ്ധാന്തം നമ്മൾ പക്ക ആവുമ്പോൾ മാത്രമാണ് നമുക്ക് എന്ത് പറ്റും, നമ്മുടെ ഫെയ്ത്ത് ഡിറ്റർമിനേഷനൊക്കെ സ്ട്രോങ് ആവുള്ളൂ. റീഡിങ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ എ പ്രീച്ചർ. അപ്പോൾ ആരെങ്കിലും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ വായിക്കണം. അപ്പോഴേ അവർക്കും, ഇപ്പോൾ ആരാണോ പ്രീച്ച് ചെയ്യുന്നത് അവർക്ക് കൺവിക്ഷൻ വേണ്ടേ, എന്നാലേ അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൻ്റെ എഫക്റ്റ് ഉണ്ടാവും. അപ്പോൾ പ്രീച്ചർ മസ്റ്റ് റീഡ്. റീഡിങ് ഈസ് ആൾസോ ഹിയറിംഗ്. One should also avail of the good collection of lectures that are on tape in the temple library. ഒരുപാട് മീഡിയ, സോഷ്യൽ മീഡിയയിൽ യൂട്യൂബ്, കാസറ്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാസറ്റ് പോയിപ്പോൾ പിന്നെ ഇപ്പോൾ ഒക്കെ ഓഡിയോൻ്റെ ഒരുപാട് ലെക്ചേഴ്സ് നമുക്ക് കിട്ടും, പല ചാനൽസും. അതൊക്കെ നമ്മൾ കേൾക്കുന്നതും റീഡിങ്ങിനെ പോലെ തന്നെയാണ്. സോ റീഡിങ് ഈസ് ആൾസോ ഹിയറിംഗ്. ഡിവോഷണൽ സർവീസ്. Devotional service. Okay. One should try to engage in some specific seva for the mission of the spiritual master. One may consult one's counselor in this regard. അവനവൻ്റെ ഗുരു അവരുടെ ഓരോ പ്രൊജക്ട്സ് ഉണ്ടായിരിക്കും, ഡിവോഷണൽ പ്രൊജക്ട്സ്. അപ്പോൾ അതിൽ നമ്മളെ കൊണ്ട്, അതായത് ശിഷ്യന്മാരെ കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റും അത് നമ്മൾ ഒരു പെർട്ടിക്കുലർ പ്രൊജക്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും പെർട്ടിക്കുലർ സേവ ഗുരു മഹാരാജിൻ്റെ നമ്മൾ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ അത് ആരോട് ചോദിക്കണം? ആ കൗൺസിലർ, മെൻറ്ററിനോട് ചോദിക്കണം. അപ്പോൾ നമ്മൾ നമ്മുടെ ഗുരുവിനെ എങ്ങനെ സഹായിക്കാം? നമ്മൾ ദീക്ഷ എടുക്കുന്ന സമയത്ത് ഒരു പ്രതിജ്ഞ എടുക്കുന്നുണ്ട്. ഗുരുമാർ ചോദിക്കും, വിൽ യു ഹെൽപ്പ് മീ ഇൻ ഫുൾഫില്ലിങ് ദ മിഷൻ ഓഫ് ശ്രീല പ്രഭുപാദ്? അതൊരു ചോദ്യമാണ്. അപ്പോൾ നമ്മൾ യെസ് പറയും. അതായത് പ്രഭുപാദ ഒരുപാട് മിഷൻസ്, ഒരുപാട് കാര്യങ്ങൾ
ഇവിടെ ബാക്കി വിട്ടുപോയിട്ടുണ്ട്. ഇതെല്ലാം പ്രഭുപാദയ്ക്ക് ചെയ്യാൻ പറ്റില്ല, ഒരുപാട് കാര്യങ്ങൾ. അപ്പോഴത്തെ പ്രഭുപാദ ഡിസൈപ്പിൾസ് അത് ഏറ്റെടുത്തിരിക്കുകയാണ്. ആ പ്രഭുപാദ ഡിസൈപ്പിൾസിന്റെ ഡിസൈപ്പിൾസ് ആണ് നമ്മുടെ പരം ഗുരുവാണ് ശ്രീല പ്രഭുപാദ്. അപ്പൊ നമ്മളുടെ ഗുരുവിന്റെ ദൗത്യം എന്താണ്? പ്രഭുപാദർ ഒരുപാട് അൺഫിനിഷ് പ്രൊജക്ട്സ് ഫിനിഷ് ആക്കാന്നുള്ളത്. അപ്പോൾ അതിനെ നമ്മൾ ബീങ് ഗ്രാൻഡ് ഡിസൈപ്പിൾസ് അല്ലേ, നമ്മൾ നമ്മുടെ ഗുരു മഹാരാജിനെ ഹെൽപ്പ് ചെയ്യണം. അപ്പൊ അതിന്റെ ഏതെങ്കിലും പ്രൊജക്ട് നമ്മൾ സഹായിക്കുന്നത് വളരെ നന്നായിരിക്കണം. So there are also different kinds of seva that may be performed in the temple and the temple programs. അപ്പൊ അതല്ലാതെ ലോക്കൽ ടെമ്പിൾ, നമ്മൾ ഏത് ടെമ്പിളായിട്ടാണ് അസോസിയേറ്റ് ഉള്ളത്, ആ ടെമ്പിളായിട്ടുള്ള ആ ടെമ്പിളിനോട് നമുക്ക് ചെറിയൊരു കടപ്പാടുണ്ട്. അപ്പൊ ആ സേവയ്ക്കും നമുക്ക് പ്രാധാന്യം കൊടുക്കണം. എന്നിട്ടായിരിക്കണം ബാക്കിയുള്ള കാര്യങ്ങൾ. ബാക്കി ഒരുപാട് പ്രൊജക്ട്സ് ഉണ്ടായിരിക്കും. ഫസ്റ്റ് പ്രൊജക്ട്സ് ഫസ്റ്റ് ഗുരു മഹാരാജിന്റെ ഇൻസ്ട്രക്ഷൻ ഏത് പ്രൊജക്റ്റിനാണ്. പിന്നെ ഡെഫിനറ്റ്ലി ലോക്കൽ ഏത് ടെമ്പിളാണോ കോൺഗ്രിഗേഷൻ ആയിട്ടാണ് നമ്മൾ അറ്റാച്ച്മെന്റ്, അവിടുത്തെ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം. ഡേറ്റീവ് വേർഷിപ്പ് അത് അടുത്ത ക്ലാസ്സിൽ. ഇത് വലിയ ഒരു ടോപ്പിക്കാണ്, സമയം എടുക്കുമ്പോൾ. അപ്പോൾ നെക്സ്റ്റ് ഡേറ്റീവ് വേർഷിപ്പാണ്. അപ്പോൾ അടുത്ത ആഴ്ചയിൽ. ഓക്കെ. സോ വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമഃ. अनंत कोटि वैष्णव की जय, श्री प्रभुपाद की जय, गुरु महाराज की जय। गो प्रेमानंद हरि बोल। हरे कृष्णा।